إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلله فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإذا قيل لهم تعالوا إلى ما أنزل الله وإلى الرسول قالوا حسبنا ما وجدنا عليه آباءنا أولو كان آباؤهم لا يعلمون شيئا ولا يهتدون اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, സത്യവിശ്വാസി വിശ്വാസിനികളെ, പടച്ച റബ്ബിൻ്റെ പരിശുദ്ധ ദീനി ജീവിതത്തിൻ്റെ ഭാഗമായുള്ള സർവ്വ വിധിവിലക്കുകളും എല്ലാ സമയ സന്ദർഭങ്ങളിലും പാലിച്ച് പരിശുദ്ധി നേടിയെടുക്കുന്ന പുണ്യവാന്മാരായ വിശ്വാസി വിശ്വാസിനികളിൽ ഉൾപ്പെടണമേ എന്ന് എന്നെയും നിങ്ങളെയും ഒരുമിച്ച് ഉണർത്തുകയാണ്, തഖ്വ കൊണ്ട് വസിയ്യത്ത് ചെയ്യുകയാണ്. കഴിഞ്ഞ ഖുതുബയിൽ നദറുമായി നേർച്ചയുമായി ബന്ധപ്പെട്ട കാര്യമാണ് നമ്മൾ സംസാരിച്ചത്. ഇസ്ലാമിലെ പ്രമാണങ്ങളിലെ നേർച്ച എന്താണ്, അതെന്തിനാണ്, അതുമായി ബന്ധപ്പെട്ട വിധിവിലക്കുകൾ, ഈ വിഷയങ്ങൾ സംക്ഷിപ്തമായി വിശുദ്ധ ഖുർആനിലെ 2-3 സൂക്തങ്ങളുടെയും പ്രവാചക വചനങ്ങളുടെയും അടിസ്ഥാനത്തിൽ ഓർമ്മപ്പെടുത്തി. നേർച്ച ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. എന്നാൽ നേർന്നു കഴിഞ്ഞാൽ അത് നിർബന്ധമായി പൂർത്തീകരിക്കണം, നിർവഹിക്കാതെ പോയി കഴിഞ്ഞാൽ അതിൻ്റെ പ്രായശ്ചിത്തമുണ്ട്, അതെടുക്കണം. അതുപോലെ തന്നെ നേർച്ച ഇബാദത്താണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമേ അത് നിർവഹിക്കപ്പെടാൻ പാടുള്ളൂ. ഇനി നമ്മുടെ നാടുകളിൽ അഥവാ ഇസ്ലാമിക സമൂഹത്തിനിടക്ക് നമുക്കിടക്ക് പ്രചരിപ്പിക്കപ്പെട്ടിട്ടുള്ള പല തരത്തിലുള്ള നേർച്ചകളുണ്ട്. കഴിഞ്ഞ ഖുതുബയിൽ നമ്മൾ സൂചിപ്പിച്ചതുപോലെ ഖബറുകളുമായി ബന്ധപ്പെടുത്തിയാണ് മിക്ക നേർച്ചകളും നടന്നുകൊണ്ടിരിക്കുന്നത്. അതല്ലാത്ത നേർച്ചകളുമുണ്ട്. പക്ഷേ ഖബറുകളുമായി, ഖബറിൽ മറമാടപ്പെട്ട ആളുകൾക്ക് വലിയന്റെ പരിവേഷം കൊടുത്തുകൊണ്ട് അവർക്ക് വിവിധ തരത്തിൽ നമ്മുടെ നിത്യജീവിതവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ പാകത്തിലുള്ള അദൃശ്യമായ അഭൗതികമായ കഴിവുകളുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കുടുംബജീവിതത്തിലോ സാമ്പത്തിക ഉപജീവന മേഖലകളിലോ
അതുപോലെ തന്നെ ആരോഗ്യ രോഗ വിഷയങ്ങളിലോ എന്തെങ്കിലും വിഷമങ്ങളും പ്രശ്നങ്ങളും ഉണ്ട് എങ്കിൽ ഇന്ന ഖബറുകളിലേക്ക്, ഇന്ന ജാറങ്ങളിലേക്ക്, ഇന്ന കേന്ദ്രങ്ങളിലേക്ക്, അവിടെ അത്തരത്തിൽ സംഘടിപ്പിക്കപ്പെടുന്ന ഉറൂസുകളിലും നേർച്ചകളിലും പങ്കെടുത്തുകൊണ്ട് അവിടേക്ക് എന്തെങ്കിലും നേർന്നു കഴിഞ്ഞാൽ അതിലൂടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ സഫലീകരിക്കപ്പെടും എന്ന രൂപത്തിലുള്ള പ്രചരണങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള നേർച്ചയാണ് മുസ്ലിം ജനസാമാന്യങ്ങൾക്കിടക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലെ 5-ാം അധ്യായം സൂറത്തുൽ മാഇദയിലെ 106-ാമത്തെ ആയത്തിൽ ജാഹിലിയത്തിൽ മുശ്രിക്കുകളായ ആളുകൾ, കുഫാറുകളായ ആളുകൾ അവർ നിർവഹിച്ച ചില നേർച്ചകളെ കുറിച്ച് വിശദീകരിക്കുന്നുണ്ട്. പ്രത്യേകമായ ഉരുക്കളെ, ജീവജാലങ്ങളെ, അള്ളാഹുവിന് പുറമെയുള്ള ശക്തികൾക്ക്, മൺമറഞ്ഞവർക്ക്, വിഗ്രഹങ്ങൾക്കൊക്കെ നിവേദ്യമായി വഴിപാടായി നേർച്ചയായി അവർ സമർപ്പിക്കുകയാണ്. അതിനെ പ്രത്യേക പേരിൽ തന്നെയുള്ള മൃഗങ്ങളെയാണ് അവർ അതിൽ ഉപയോഗപ്പെടുത്തിയത്. 5-ാം അധ്യായം സൂറത്തുൽ മാഇദയിലെ 106-ാമത്തെ ആയത്തിൽ മാ ജഅലല്ലാഹു മിൻ ബഹീറത്തിൻ വലാ സായിബത്തിൻ വലാ വസീലത്തിൻ വലാ ഹാമിൻ വലാകിന്നല്ലദീന കഫറു അലല്ലാഹിൽ കദിബ വഅക്സറുഹും ലാ യഅഖിലൂൻ. മാ ജഅലല്ലാഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല ആക്കിയിട്ടില്ല, അല്ലാഹു നിശ്ചയിച്ചിട്ടില്ല ഇനി പറയാൻ പോകുന്ന കാര്യങ്ങളെ, മൃഗങ്ങളെ, ഒട്ടകങ്ങളെ, ആടുകളെ മക്കാനിവാസികളായ ആളുകൾ ഈ വിധത്തിൽ ആക്കി തീർത്തു. പല കാര്യങ്ങൾക്ക് വേണ്ടി വഴിപാടാക്കി, നേർച്ചയാക്കി. അത് അള്ളാഹു ദീനിന്റെ ഭാഗമായി നിശ്ചയിച്ചതല്ല, വിശ്വാസത്തിന്റെ ഭാഗമായി, അതേപോലെ തന്നെ ആഗ്രഹങ്ങൾ നേടുന്നതിന്റെ കാര്യമായി അള്ളാഹു നിർണയിച്ചു നൽകിയതല്ല. മിൻ ബഹീറത്തിന്, ഒട്ടകത്തിൽ നിന്ന്. എന്താ ബഹീറത്ത് എന്ന് പറഞ്ഞാൽ അതിന്റെ തഫ്സീർ 5 മാസം അഥവാ 5 പ്രസവം കഴിഞ്ഞ ഒട്ടകങ്ങൾ. 5 പ്രസവം കഴിഞ്ഞ ഒട്ടകത്തിന്റെ കാത് കീറിക്കൊണ്ട് അള്ളാഹുവിന് പുറമെയുള്ള ശക്തികൾക്ക് ഒഴിഞ്ഞിടുക, പിന്നെ അതിന്റെ പാല് കറക്കാൻ പാടില്ല, അതൊക്കെ ദൈവത്തിനുള്ളതാണ് എന്ന രൂപത്തിൽ നേർച്ച നേരുക. അതിനാണ് ബഹീറത്ത് എന്ന് പറയാം. 5 പ്രസവം കഴിഞ്ഞ ഒട്ടകത്തിന്റെ കാത് കീറി പടച്ച റബ്ബിന്റെ പുറമെയുള്ളവർക്ക് നേർച്ച നേരുക. അതേപോലെ വലാ സായിബത്തിൻ, സായിബത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ വിശദീകരണം രോഗശമനവും മറ്റ് ആഗ്രഹങ്ങളും മുൻനിർത്തിക്കൊണ്ട് നേർച്ചയാക്കുന്ന ഒട്ടകങ്ങൾ. അതിങ്ങനെ യഥേഷ്ടം മേഞ്ഞു നടക്കും, ആരുടെയും പറമ്പുകളിലും തോട്ടങ്ങളിലൊക്കെ കയറും, ഒന്നും ചെയ്യാൻ പാടില്ല. അപ്പൊ നമ്മുടെ മനസ്സിലേക്ക് ഇന്നൊന്നും ആ കാഴ്ച വല്ലാതെ കാണുന്നില്ലെങ്കിലും ചില ജാറങ്ങളിലേക്ക്, മക്ബറകളിലേക്കൊക്കെ ചില ആടിനെ, അതേപോലെ തന്നെ കാളയെ, പോത്തിനെ ഒക്കെ നേർച്ച നേർന്നുകൊണ്ട് അതിനങ്ങനെ വലിയ രൂപത്തിലുള്ള പവിത്രതയും ബറക്കത്തും ഹുറുമത്തും ഒക്കെ നൽകി അത് എന്ത് ചെയ്താലും, എന്ത് തിന്നാലും, ഏത് കൃഷിയിടത്തിലേക്ക് കയറി ഇറങ്ങിക്കഴിഞ്ഞാലും അതിനൊന്നും ചെയ്യാൻ പാടില്ല എന്ന ഒരു ധാരണ, ഒരു തെറ്റിദ്ധാരണ, ഒരു അന്ധവിശ്വാസം, വികലധാരണകളൊക്കെ ഇസ്ലാമിക സമൂഹത്തിലുണ്ടായിരുന്നു. അപ്പൊ ഇതൊക്കെ ജാഹിലിയ കാലഘട്ടത്തിൽ ഇതിന്റെ പല പതിപ്പുകളും കഴിഞ്ഞു പോയിട്ടുണ്ട് എന്നാണ് വിശുദ്ധ ഖുർആൻ അറിയിക്കുന്നത്. രോഗശമനത്തെ, ആഗ്രഹലബ്ധിയെ മുൻനിർത്തിക്കൊണ്ട് നേർച്ചയാക്കുന്ന സായിബത്ത്. അതുപോലെ വസീലത്ത്, പ്രസവിക്കപ്പെടുന്ന ഒരു ആട്, അത് ആണിനെയും പെണ്ണിനെയും പ്രസവിക്കും. അതിനുശേഷം ആ വസീലയാകുന്ന ആ ആടിനെ പടച്ച റബ്ബിന്റെ പുറമെയുള്ളവർക്ക് നേർച്ച നേരുകയാണ്. എന്നിട്ട് ആഗ്രഹ സഫലീകരണം പ്രതീക്ഷിക്കുകയാണ്. അതേപോലെ തന്നെ ഹാം, സന്താനങ്ങൾ, നിശ്ചിത സന്താനങ്ങളുടെ ഒട്ടകക്കൂച്ചനായി മാറിയിട്ടുള്ള പിതാവ് എന്ന് പറയാം, അതിനെ പ്രത്യേകം നേർച്ച നേരുക. അപ്പൊ ഈ നേർച്ചയൊക്കെ നേരുന്നതിന്റെ ലക്ഷ്യം എന്താണ്? ആ ലക്ഷ്യം തങ്ങളുടെ ജീവിതത്തിൽ ചില കാര്യങ്ങളൊക്കെ നടക്കണം, അഥവാ ആഗ്രഹ സഫലീകരണം ഉണ്ടാകണം എന്ന നിലക്കാണ്. ഇത് ജാഹിലിയ കാലഘട്ടത്തിൽ ഇങ്ങനെ ഒട്ടകങ്ങളെയും ആടുകളെയും പടച്ച റബ്ബിന്റെ പുറമെ വിഗ്രഹങ്ങൾക്കും മൺമറഞ്ഞവർക്കും വേണ്ടി അന്നത്തെ ആളുകൾ നേർച്ച നേർന്നിരുന്നു എങ്കിൽ, അതിൽ അഭൗതികമായി, അദൃശ്യമായി പല കാര്യങ്ങളും അവർ ആഗ്രഹിച്ചിരുന്നു എങ്കിൽ, ഇനി നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന നേർച്ചകളില് പല ജാറങ്ങളെയും മക്ബറകളെയും അതുപോലെ തന്നെ വലിയകളെയും ഒക്കെ കണക്ട് ചെയ്തുകൊണ്ട് നേർച്ച നേരുന്നതുണ്ട്. ആ നേർച്ചകളിലെ ആട്, പോത്ത്, കോഴി, അതേപോലെ തന്നെ കാള, തെങ്ങ്, മാങ്ങ എന്ന നിലക്ക് അപ്പങ്ങള്, ഇങ്ങനെ പലതും നേർച്ച നേരുന്നുണ്ട്. മമ്പറത്തേക്ക് നേർച്ച നേർന്ന ആടാണ്, മുനമ്പത്തേക്ക് കോഴി, അതേപോലെ തന്നെ ഉള്ളണത്തേക്ക് പോത്ത്, പുതിയങ്ങാടി ഇപ്പോ ഒരു ആന വരണ്ട പുതിയങ്ങാടി നേർച്ച ഉണ്ടല്ലോ, പുതിയങ്ങാടി യാവുന്തങ്ങൾ ഉപ്പാപ്പാക്ക് വേണ്ടിയിട്ട് വാഴക്കുല, അതേപോലെ പാറപ്പള്ളി ഉപ്പാപ്പാക്ക് വേണ്ടി തേങ്ങ, ഇങ്ങനെ പറഞ്ഞ് പല ജാറങ്ങളിലേക്കൊക്കെ. പിന്നെ അപ്പവാണിപ നേർച്ച റജബില്
നടന്നുകൊണ്ടിരിക്കുന്ന നേർച്ചയാണ് അപ്പവാണിഭ നേർച്ച എന്ന് പറയുന്നത്. അപ്പവാണിഭ നേർച്ചക്ക് അപ്പമാണ്. അപ്പൊ അത് അപ്പം എന്ന് പറഞ്ഞാൽ കണ്ണപ്പം, കാലപ്പം, കയ്യപ്പം, മൂക്കപ്പം എന്ന് പറഞ്ഞ് അതിന്റെ പോലീസുകൾ ആ രൂപത്തിൽ സോഷ്യൽ മീഡിയകളില് അതേപോലെ തന്നെ അതിനു വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ഒരുക്കിക്കൊണ്ടിരിക്കുന്നവരുടെ മാഗസിനുകളില് വാരികകളിലൊക്കെ അതിന്റെ പോലീസുകൾ പറയാൻ കണ്ണിനാണ് അസുഖമെങ്കിൽ കണ്ണിന്റെ രൂപത്തിൽ അപ്പം ഉണ്ടാക്കി അപ്പവാണിഭ നേർച്ചക്ക് അവിടെ സബ്മിറ്റ് ചെയ്യുക, അവിടെ സമർപ്പിക്കുക. അതേപോലെ കൈക്കാണിയെങ്കിൽ കയ്യപ്പം എന്ന് പറയാം. ഇങ്ങനെ പടച്ചറബിന് പുറമെയുള്ള ആളുകൾക്ക് പല വിധങ്ങളിലായിക്കൊണ്ട് നേർച്ച നേർന്നുകൊണ്ടിരിക്കുന്ന സമ്പ്രദായം നമ്മുടെ നാടുകളിൽ വ്യാപകമാണ്. അഥവാ ശിർക്കിലേക്കും ബിദ്അത്തുകളിലേക്കും ഇസ്ലാം പഠിപ്പിക്കാത്ത കാര്യങ്ങളിലേക്കും അള്ളാഹുവിന്റെ പുറമെയുള്ള ആളുകളിൽ നിന്ന് അഭൗതികമായിക്കൊണ്ട് അഭിലാഷങ്ങൾ, പ്രതീക്ഷകൾ, അഭിലാഷങ്ങളും ആഗ്രഹങ്ങളും സഫലീകരിക്കപ്പെടുമെന്ന ചിന്തയോടുകൂടിയാണ് അങ്ങനെയുള്ള ജാറങ്ങളിലേക്കും കേന്ദ്രങ്ങളിലേക്കും ഒക്കെ പോകുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അത്തരത്തിലുള്ള പടച്ച റബ്ബിനെ അനുസരിക്കാത്ത വിധത്തിലുള്ള നേർച്ചയെ കുറിച്ച് പറഞ്ഞത് അൻ ആയിഷ റളിയല്ലാഹു അൻഹ ഖാലത് ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിവേദനം ചെയ്യുന്ന ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം മൻ നദറ അൻ യുതിഅ അല്ലാഹ്, അല്ലാഹുവിനെ അനുസരിക്കുന്ന വിഷയത്തിൽ ആരെങ്കിലും നേർച്ച നേർന്നു കഴിഞ്ഞാൽ, കഴിഞ്ഞ ഖുതുബയിൽ പറഞ്ഞു അള്ളാഹിനെ അനുസരിക്കുന്ന വിധത്തിലുള്ള ഹലാലായ നേർച്ച തന്നെ ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. ഒരു കാര്യം നമ്മൾ സാധിക്കുന്നതിന് വേണ്ടി നേർച്ച നേർന്നു കഴിഞ്ഞാൽ ആ വഴിക്കല്ല ആ കാര്യം സാധിക്കുന്നത് എന്നും, മറിച്ച് അള്ളാഹു ആ കാര്യം ലഭിക്കുന്നതിന് വേണ്ടി വിധി നിശ്ചയിച്ചിട്ടുണ്ട് എങ്കിൽ, സമയം നിശ്ചയിച്ചിട്ടുണ്ട് എങ്കിൽ അത് വഴിക്കാണ് ആ കാര്യം ലഭിക്കുന്നത്, അതല്ലാതെ നേർച്ച നേർന്നതിന്റെ പേരിലല്ല എന്നാണ്. അപ്പൊ ഹലാലായ അനുവദനീയമായ തൗഹീദിൽ അധിഷ്ഠിതമായ നേർച്ച തന്നെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. ആ സമയത്താണ് അനുവദനീയമല്ലാത്ത ശിർക്കിലേക്ക് എത്തിക്കുന്ന ബിദ്അത്തുകളുടെ അടക്കം സംഗമങ്ങളായി തീരുന്ന നേർച്ചകൾ പ്രോത്സാഹിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ റസൂൽ പഠിപ്പിക്കുക, വമൻ നദറ അൻ യഅസിയഹു, അല്ലാഹുവിനെ ധിക്കരിക്കുന്ന വിഷയത്തിൽ, അല്ലാഹു തൃപ്തിപ്പെടാത്ത വിഷയത്തിൽ ആരെങ്കിലും നേർച്ച നേർന്നു കഴിഞ്ഞാൽ ഫലാ യഅസിഹി, അതവൻ അനുസരിക്കാൻ പാടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ധിക്കരിക്കുന്ന വിഷയത്തിലാണ് നേർച്ച നേരുന്നത് എങ്കിൽ അത് അനുസരിക്കാൻ പാടില്ല. അപ്പൊ ചില ആളുകൾ പറയും ഇങ്ങനെയുള്ള നേർച്ചകൾ എത്ര വർഷമായി, 500 കൊല്ലായി, 300 കൊല്ലായി, 163ാമത് പട്ടാമ്പി നേർച്ച, 499ാമത്തെ അപ്പവാണിഭ നേർച്ച, അതേപോലെ തന്നെ 265ാമത് യാഹുന്തങ്ങൾ നേർച്ച, ഇതൊക്കെ ഒരുപാട് കാലമായി കാരണവന്മാരായി ഞങ്ങൾ സംഘടിപ്പിച്ചു വരുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് തെളിവില്ലാത്ത, പ്രമാണമില്ലാത്ത, വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾക്കോ ഹദീസുകൾക്കോ പരിചയമില്ലാത്തതിന്റെ ന്യായം ചമക്കുന്ന ആളുകളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ച ആയത്താണ് ആമുഖമായി ഓതി വെച്ചത്. കാര്യങ്ങൾ ഉത്ബോധിപ്പിച്ചു കഴിഞ്ഞാലും 5-ാം അധ്യായം സൂറത്തുൽ മാഇദയിലെ 107ാമത്തെ ആയത്ത്, വഇദാ ഖീല ലഹും, അത്തരത്തിലുള്ള ആളുകളോട് പറയപ്പെട്ടു കഴിഞ്ഞാൽ, തആലു, നിങ്ങൾ വരുവിൻ, ഇലാ മാ അൻസലല്ലാഹു വഇല റസൂൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചതിലേക്കും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചതിലേക്കും നിങ്ങൾ വരൂ. നേർച്ചയായിരുന്നാലും അതേപോലെ തന്നെ ഐച്ഛികമായ കാര്യങ്ങൾ, പുണ്യകർമ്മങ്ങൾ നേർച്ചയാക്കി തീർക്കലായിരുന്നാലും, നേർച്ചയുടെ നിർവചനമായിരുന്നാലും ആയത്തിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കാം, നമുക്ക് പഠിക്കാം. സന്മാർഗം നഷ്ടപ്പെടുത്തി കളയരുത്, ജീവൻ നഷ്ടപ്പെടുത്തി കളയരുത്. ഇസ്ലാമിലെ നിർബന്ധവും അതേപോലെ സഹിയായ ഹദീസുകളിലൂടെ പഠിപ്പിക്കപ്പെട്ടതുമായ കർമ്മകാര്യങ്ങൾക്ക് വിഘാതം നിൽക്കരുത് എന്ന നിലയ്ക്ക് ഈ വിഷയം പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഖാലു, അവർ പറയും, ഹസ്ബുനാ മാ വജദ്നാ അലൈഹി ആബാഅനാ, ഞങ്ങളുടെ പിതാക്കന്മാരിലൂടെ, പൂർവ്വസൂരികളിലൂടെ, കാരണവന്മാരിലൂടെ ഞങ്ങൾ കണ്ടതെന്താണോ അത് ഞങ്ങൾക്ക് മതി. അവലൗകാന ആബാഹു, ഇനി അവരുടെ പിതാക്കന്മാർ ഇത്തരത്തിലുള്ള നേർച്ചകളെ, ഇങ്ങനെയുള്ള അനാചാരങ്ങളെ, അനിസ്ലാമികമായ കാര്യങ്ങളെ, ശിർക്ക് ബിദ്അത്തുകൾ കലർന്ന കാര്യങ്ങളെയൊക്കെ അവരുടെ പിതാക്കന്മാരോ മുൻഗാമികളോ അറിവില്ലായ്മ കൊണ്ട് അവർ സംഘടിപ്പിച്ചു എങ്കിൽ ലാ യഅലമൂന ശൈഅൻ വലാ യഹ്തദൂൻ, അവർക്ക് ചിലപ്പോൾ അറിവില്ലാത്തത് കൊണ്ട് സംഘടിപ്പിച്ചതാകാം, അവർ ഈ വിഷയത്തിൽ പ്രാമാണികമായി മനസ്സിലാക്കാത്തത് കൊണ്ടാകാം. അതുകൊണ്ട് നിങ്ങളെങ്കിലും മനസ്സിലാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്നെ ഞങ്ങൾക്ക് മതി എന്ന് ശാഠ്യം പിടിച്ച് നിൽക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മെ സംബന്ധിച്ചിടത്തോളം ഉത്ബുദ്ധതയുണ്ട് എങ്കിൽ, പ്രമാണങ്ങൾക്ക് അനുസരിച്ചാണ് കാര്യങ്ങളെ ദീന് പഠിക്കുന്നത് എങ്കിൽ നമ്മൾ മനസ്സിലാക്കുന്നത് പ്രവാചകൻ പഠിപ്പിക്കാത്ത വിധത്തിലുള്ള നേർച്ച ആവശ്യമില്ല, ബിദ്അത്തിന്റെ അടിസ്ഥാനത്തിലുള്ള നേർച്ച ആവശ്യമില്ല. മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ
മൻ അഹ്ദസ ഫീ അംരിനാ ഹാദാ, നമ്മുടെ ദീനിൽ മതത്തിൽ പ്രവാചകന്റെ കൽപ്പനയില്ലാത്ത, നമ്മുടെ കൽപ്പനയില്ലാത്ത കാര്യങ്ങൾ ആരെങ്കിലും പുതുതായി നിർമ്മിച്ചു കഴിഞ്ഞാൽ ഫഹുവ റദ്ദുൻ, അത് തള്ളപ്പെടേണ്ടതാണ് എന്ന്. അതേപോലെ മൻ കദിബ അലയ്യ മുതഅമ്മിദൻ, നിരുപാധികമായി എന്റെ പേരിൽ ആരാണോ കളവ് ചമക്കുന്നത് എങ്കിൽ ഫൽയതബവ്വ മഖഅദഹു ഫിന്നാർ, അവൻ നരകത്തിൽ അവന്റെ സീറ്റ് റിസർവ് ചെയ്തു കൊള്ളട്ടെ എന്ന് എന്നാ പറയാം. അപ്പോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച നേർച്ച ആ പരിധിയിൽ, ആ പ്രവർത്തനത്തിൽ അത് നിർവഹിക്കുകയാണ് എങ്കിൽ നിന്നാൽ മതി. ഐച്ഛികമായ ഒരു പുണ്യകർമ്മത്തെ ഞാൻ നിർബന്ധമായി നിർവഹിക്കും. തിങ്കളാഴ്ച സുന്നത്ത് നോമ്പ് നോൽക്കുക, ഒരാഴ്ച മഗ്‌രിബിന് ശേഷം കൃത്യമായി ഒരു 25 ആയത്ത് ഞാൻ പാരായണം ചെയ്യുമെന്ന് പറയുക, 10 പാവപ്പെട്ട അഗതികളായ ആളുകൾക്ക് ഞാൻ ഒരു മാസം ഓരോ ദിനത്തിലും ഉച്ചഭക്ഷണം കൊടുക്കുമെന്ന് നിയ്യത്താക്കുക. ഇതൊക്കെയാണ് സാധിക്കുമെങ്കിൽ അത് തന്നെ നമ്മൾ അങ്ങനെ നേർച്ച നേരേണ്ട ആവശ്യമില്ല. കാരണം നേർച്ച നേരാതെ തന്നെ പുണ്യകർമ്മങ്ങൾ നിർവഹിക്കുക എന്നതായിരിക്കണം ഒരു മുസ്ലിമിന്റെ ശ്രദ്ധ. എന്തുകൊണ്ടാണ്? നേർച്ച നേർന്നിട്ട് അത് നിർവഹിക്കാതെ പോയി കഴിഞ്ഞാൽ പിന്നെ പ്രായശ്ചിത്തം ചെയ്യണം. 10 ആളുകൾക്ക്, അഗതികൾക്ക് ഭക്ഷണം കൊടുക്കണം, 10 ആളുകളുടെ വസ്ത്രം വാങ്ങിക്കൊടുക്കണം. അതേപോലെ തന്നെ അതിനും സാധിക്കുന്നില്ലെങ്കിൽ പിന്നെ 3 ദിവസം തുടർച്ചയായി നോമ്പനുഷ്ഠിക്കണം, അല്ലെങ്കിൽ അടിമമോചനം നടത്തണം. അപ്പൊ അങ്ങനെയുള്ളതിലേക്ക് പോകേണ്ട ആവശ്യമില്ല. നിങ്ങൾ സൽക്കർമ്മങ്ങൾ നിർവഹിക്കുക. സൽക്കർമ്മങ്ങൾ നിർവഹിച്ച് അതുവഴി അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് തേടുക എന്നാ പറഞ്ഞത്. അപ്പൊ അഗതികൾ ഒരാളുടെ ചികിത്സക്ക് വേണ്ടി 50,000 രൂപ നമ്മൾ എന്ത് ചെയ്യുക? ദാനധർമ്മം ചെയ്യുക. എന്നിട്ട് നമ്മുടെ ആവശ്യം അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് തേടുക. അതിനാണ് വസീല എന്ന് പറയുന്നത്. വബ്തഗു ഇലൈഹിൽ വസീല എന്ന് പറഞ്ഞല്ലോ. അനുവദിക്കപ്പെട്ട വസീല അതാണ്. അല്ലാഹുവേ, ആരും അറിയാതെ ഇന്ന രോഗിയുടെ സർജറിക്ക് വേണ്ടി ഇത്രയും രൂപ ഞാൻ നൽകിയിട്ടുണ്ട്, അതൊരു സാലിഹായ സ്വതക്കയായി നീ സ്വീകരിച്ചിട്ടുണ്ട് എങ്കിൽ എന്റെ ഒരു സർജറി, എന്റെ ഇണയുടെ സർജറി, എന്റെ മക്കളുടെ ചികിത്സാ വിഷയം, അതിൽ നീ അനുഗ്രഹം നൽകണമേ നാഥ, അത് നീ വിജയിപ്പിക്കണമേ നാഥ എന്ന് സുന്നത്തായ അല്ലാഹു സുബ്ഹാനഹു വ തആല തൃപ്തിപ്പെടുന്ന സൽക്കർമ്മങ്ങളെ മുന്നിൽ വെച്ചുകൊണ്ട് അല്ലാഹുവിനോട് നമുക്ക് തേടാം. അതല്ലാതെ ജാറങ്ങളിലേക്കും മക്ബറകളിലേക്കും ഏലസുകളിലേക്കും ഹൈക്കല്ലുകളിലേക്കും ചന്ദനത്തിരിയും പച്ചപ്പരവതാനി വിരിച്ചുകൊണ്ടും അതുപോലെ തന്നെ ജാറങ്ങളിൽ മറമാടപ്പെട്ട ആളുകൾക്ക് ആടോ കോഴിയോ പോത്തോ കാളയോ നേർച്ച നേർന്നുകൊണ്ട് അവരുടെ പേരിലാക്കി ആഗ്രഹം നേടിയെടുക്കാം എന്ന് പറയുന്നത് ബിദ്അത്തിന്റെയും ശിർക്കിന്റെയും ഒക്കെ നേർച്ചയായി തീരുന്നതാണ്. അതിനെക്കുറിച്ച് പണ്ഡിതന്മാർ എന്താ പറഞ്ഞത്? തഫ്സീറുകളിൽ എന്താ പറഞ്ഞത്? ഹദീസുകളിൽ എന്താ പറഞ്ഞത്? വളരെ വ്യക്തമായി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ സൂക്തങ്ങളെ വിശദീകരിച്ചുകൊണ്ട് പള്ളി ദർസിൽ പഠിപ്പിക്കപ്പെടുന്ന ഗ്രന്ഥങ്ങളിൽ അടക്കം രേഖപ്പെടുത്തപ്പെട്ടത്, ശാഫിഈ മദ്ഹബിലെ പ്രഗൽഭരായ പണ്ഡിതന്മാർ അറിയിച്ചത്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വിഷയത്തിൽ എത്രമേൽ ഗൗരവമാണോ അറിയിച്ചത് എങ്കിൽ അതേ രൂപത്തിലാണ് ഇബ്നു ഹജർ അൽ ഹൈതമി, ശാഫിഈ മദ്ഹബുകാരനാണ്, അദ്ദേഹത്തിന്റെ ഫതാവൽ കുബ്രയിൽ വളരെ വ്യക്തമായി അന്നൻ നാദിറ ഇൻ ഖസദ തഅലീമുൽ ബഖഅതി അവിൽ ഖബരി അവി തഖറബി ഇലാ മൻ ദുഫിന ഫീഹാ, ഖബറുകളിൽ മറമാടപ്പെട്ട ആളുകൾ വഴി അവരിലേക്ക് അടുത്തുകൊണ്ട് വല്ല ആഗ്രഹങ്ങളും ഒക്കെ സഫലീകരിക്കപ്പെടാം എന്ന ലക്ഷ്യവുമായിട്ടാണ് പോകുന്നത് എങ്കിൽ ലിഅന്നഹും യഅതഖിദൂന അന്ന ലിഹാദിഹിൽ അമാകിന ഖുസൂസിയാത്തുൻ, അങ്ങനെയുള്ള ജാറങ്ങൾക്ക്, ഖബറുകൾക്ക് പ്രത്യേക പോരിശയുണ്ട്, പവിത്രതയുണ്ട്, പ്രാധാന്യമുണ്ട്, തങ്ങളുടെ ജീവിതത്തിൽ വല്ല നീക്കുപോക്കുകളും നടത്താനുള്ള അദൃശ്യമായ അഭൗതികമായ കഴിവുണ്ട് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ആ നേർച്ച എന്ന് പറയുന്നത് എത്രത്തോളം വയറൗന അന്നൻ നദറ ലഹാ മിമ്മാ യന്തഫിഉ ബിഹിൽ ബലാ, തങ്ങൾക്ക് വന്നു ഭവിച്ച പരീക്ഷണങ്ങളെ, പ്രയാസങ്ങളെ ദൂരീകരിക്കുന്ന വിഷയത്തിൽ ഇന്ന ജാറത്തിലെ, ഇന്ന ദർഗയിലെ, ഇന്ന ഖബറിൽ മറമാടപ്പെട്ട ആളുകൾക്ക് കഴിവുണ്ട് എന്ന് പറഞ്ഞാൽ ഫലാ യസിഹു നദറ ഫീ സൂറത്തിൻ മിൻ ഹാദിഹി സുവരി, അത്തരത്തിലുള്ള നേർച്ചകൾ സ്വീകരിക്കപ്പെടുന്നതല്ല, അത് ശരിയാകുന്നതല്ല, അങ്ങനെ പാടില്ല തന്നെ. ലം യഖ്സുദ് ബിഹി അത്തഖറബ ഇലല്ലാഹി സുബ്ഹാനഹു വ തആല, ആ രൂപത്തിൽ പടച്ച റബ്ബിലേക്ക് അടുക്കേണ്ട ആവശ്യമില്ല എന്നാണ്. പല ആളുകൾ ഉറൂസിന്, ജാറങ്ങളിലേക്ക്, ഖബറുകളിലേക്ക് പോകുന്നതിന് വേണ്ടിയാ ഇസ്ലാമിൽ ഖബർ സന്ദർശിക്കാൻ പറഞ്ഞത്. നിങ്ങൾ ഫസൂറു അൽ ഖുബൂറ ഫഇന്നഹാ തുദക്കിറുൽ മൗത എന്നാണ്. നിങ്ങൾ ഖബർ സന്ദർശിക്കണം, നേർച്ചക്ക് വേണ്ടിയല്ല, ഉറൂസിന് വേണ്ടിയല്ല, ജാറം മൂടാൻ വേണ്ടിയല്ല, അവിടെ പിന്നെ പച്ചപ്പരവതാനി വിരിക്കാൻ വേണ്ടിയിട്ടല്ല, അത് വലയം ചെയ്യാൻ വേണ്ടിയല്ല, ഖബറുകളിൽ സുജൂദ് നടത്താൻ വേണ്ടിയല്ല. നിങ്ങൾ എന്തിനാണ് ഖബർ സന്ദർശിക്കേണ്ടത്? ഫഇന്നഹാ തുദക്കിറുൽ മൗത, അത് നിങ്ങൾക്ക് മരണത്തെയും ആഖിറ, പരലോകത്തെയും കുറിച്ചുള്ള ഓർമ്മ ഉണ്ടാക്കാൻ വേണ്ടിയാണ് എന്നാണ്.
ആ ഓർമ്മ ഉണ്ടാകണമെങ്കിൽ പാന ചുഴറ്റി എറിയണം. അപ്പോൾ പിന്നെ മരണത്തെക്കുറിച്ചൊക്കെ കൂടിയ ആളുകൾ 10-12 മണിക്കൊക്കെ ആലോചിക്കേണ്ട ഗതികേടിലേക്ക് ഉമ്മത്ത് എത്തുകയാണ്. ഒരാരവങ്ങളുടെയും ആൾക്കൂട്ടങ്ങളുടെയും ആവശ്യമില്ല. അവനാന്റെ മഹലിലെ, നാട്ടിലെ, പ്രദേശത്തെ ഖബർസ്ഥാനിലേക്ക് മരിച്ചുപോയ വല്യുപ്പാന്റെ, വല്യുമ്മാന്റെ, പാപ്പാന്റെ, ഉമ്മാന്റെ വേണ്ടപ്പെട്ട ആളുകളുടെ ഖബറും അതല്ലാത്ത വിശ്വാസി സമൂഹത്തിന്റെ മഖബറ ഖബർസ്ഥാനും സന്ദർശിക്കുക. ആ സന്ദർശിക്കുന്ന സമയത്ത് തന്നെ മരണത്തെക്കുറിച്ച് നമുക്ക് ഓർക്കാൻ കഴിയും. ആ ഖബറാളികളായ ആളുകൾക്ക് വേണ്ടി, അവരോടല്ല, അവർക്ക് വേണ്ടി നമുക്ക് അള്ളാഹിനോട് പ്രാർത്ഥിക്കാൻ കഴിയും. എന്നാൽ സിയാറത്ത് പാക്കേജിന്റെ മറവിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്താ? ഓരോ ജാറം CM മക്കാമിലേക്ക്, നാഗൂരിലേക്ക്, അജ്മീറിലേക്ക്, ഏർവാടിയിലേക്ക്, അപ്പവാണിബയിലേക്ക്, മുനമ്പത്തേക്ക്, അതേപോലെ തന്നെ ഉള്ളാളിലേക്ക്, ഇവിടേക്കൊക്കെ കൊണ്ടുപോയിട്ട് മരണത്തെക്കുറിച്ച് ഓർക്കാൻ വേണ്ടിയാണോ, അതല്ല മരണപ്പെട്ട് മൺമറഞ്ഞു പോയ ആ ഖബറിന്റെ ഉള്ളിൽ ഉണ്ടോ ഇല്ലയോ എന്നത് വേറെ വിഷയം. അങ്ങനെ ഉണ്ട് എങ്കിൽ അത്തരത്തിലുള്ള ആളുകളോട് ആവലാതി ബോധിപ്പിച്ചുകൊണ്ട് തങ്ങളുടെ പ്രയാസങ്ങൾ പരിഹരിക്കാം എന്ന നിലക്കാണോ സിയാറത്ത് ടൂർ പാക്കേജ് സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? അതിനല്ലേ വിൽപ്പനച്ചരക്കാക്കി ആത്മീയ ചൂഷണ കേന്ദ്രങ്ങളാക്കി മാറ്റിയത്? കഴിഞ്ഞ വർഷം ഭീമാപ്പള്ളി, തിരുവനന്തപുരം അവിടെയുള്ള ജാറം ലേലം വിളിച്ചെടുത്തത് 7,35,00,000 7,35,00,000 രൂപക്കാണ്. എന്നിട്ട് അതിന്റെ റിപ്പോർട്ടില് കഴിഞ്ഞ വർഷം 2 കോടി കുറവായിരുന്നു, ഇപ്രാവശ്യത്തെ ലേലത്തില് 2 കോടി കൂടി എന്ന് പറയാണ്. ആലോചിക്കണം നമ്മളെ, 2 കോടി കൂടി, 7,35,00,000. ഭീമാപ്പള്ളിയിലെ ഭീമാ ബീവി, അതേപോലെ മകൻ ഷെയ്ഖ് സയ്യിദ് ഷഹീദ് മാഹീൻ അബൂബക്കർ കല്ലടി, ബാബാ മസ്താൻ, ഇങ്ങനൊക്കെയുള്ള ആളുകളുടെ ഖബറ അതിനെ ചുറ്റിപ്പറ്റിയായി നടക്കുന്നത്. പാവപ്പെട്ട ആളുകൾ അവിടേക്ക് വരിക, ജാതി മത ഭേദമന്യേ സൗഹൃദ കേന്ദ്രങ്ങൾ, പിന്നെ സൗഹാർദ്ദം പൂത്തുലയുന്ന കേന്ദ്രം എന്ന് പറയാ. എന്നിട്ട് അവിടേക്ക് ചെന്നുകൊണ്ട് ഇപ്പൊ ഗോപൻ സ്വാമിയെ കുറിച്ച് ഒരു ചർച്ച ഉണ്ടല്ലോ, സമാധിയായി എന്ന്. ഇസ്ലാമിക ഉമ്മത്ത് ഈ വക വിഷയങ്ങളിൽ പലയിടങ്ങളിലും പണ്ടേ സമാധിയായി കഴിഞ്ഞിട്ടുണ്ട്. കാരണം അവര് ഇതിന്റെ പേര് മാറും. അവിടെ സ്വാമിയാണെങ്കിൽ ഇവിടെ വലിയ എന്ന പരിവേഷം കൊടുക്കും. അവിടെ സമാധിയാകുകയാണ് എങ്കിൽ ഇവിടെ പിന്നെ വേറൊരു കറാമത്ത്, വിലായത്ത്, മക്ബറ, ദർഗ എന്നൊക്കെ പറഞ്ഞ് വേറെ ചില ടേമുകളിൽ പറയുമെന്ന് മാത്രം. അവർ അവിടേക്ക് ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടി പോകും. ഇസ്ലാമിക ഉമ്മത്ത് ഇവിടങ്ങളിലേക്ക് പോവുകയും ചെയ്യും. രണ്ടിടത്തുനിന്നും ദൈവത്തിന്, പടച്ചറബിന് പുറമെയുള്ള സൃഷ്ടികളിൽ നിന്ന് കാര്യങ്ങൾ പ്രതീക്ഷിക്കുകയാണ്, അതുവഴി ശിർക്കിലേക്ക് എത്തിക്കുകയാണ്. അങ്ങനെയുള്ള ചൂഷണ കേന്ദ്രങ്ങൾ വഴി, മക്ബറകൾ വഴി വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വരെ കേരളക്കരയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ശിർക്ക് പ്രചരിപ്പിക്കുന്നത് വഴി വിദ്യാഭ്യാസ സ്ഥാപനം നടക്കുക, വിജ്ഞാനം പഠിപ്പിക്കപ്പെടുന്നത് ശിർക്ക് വഴി. അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ വിജ്ഞാന വിശുദ്ധിയിലേക്ക്, തൗഹീദി ബോധത്തിലേക്ക്, ആ ലഭിക്കുന്ന വിജ്ഞാനത്തിലൂടെ എത്രത്തോളം എത്തുമെന്ന് അതിന്റെ ആദായ വരുമാനം കൊണ്ട് പഠിപ്പിക്കപ്പെടുന്ന ഇൽമിന്റെ അവസ്ഥ എന്തായിരിക്കും? അങ്ങനെ നേടിയെടുക്കുന്നവര് ഭൗതികമായി, സാങ്കേതികമായി, ടെക്നോളജിക്കലായി, അതേപോലെ കമ്പ്യൂട്ടറൈസ്ഡായി വിവിധ ബഹുഭാഷാ പണ്ഡിതന്മാരായി ഇറങ്ങിക്കഴിഞ്ഞാലും ഇസ്ലാമിക ഉമ്മത്തിൽ നിന്ന് അടിസ്ഥാനപരമായ ആത്മീയ ചൂഷണങ്ങളെയും അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും ഒക്കെ മാറ്റിപ്പണിയുന്ന വിഷയത്തിൽ അത്തരത്തിലുള്ള കലാലയങ്ങൾ വഹിക്കുന്ന പങ്കെത്രയാണ്. അപ്പൊ അതിന്റെ സോഴ്സും വരുമാനവും ഈ രൂപത്തിലായി കഴിഞ്ഞാലോ, പിന്നെ തിരുവനന്തപുരം അതാ പറഞ്ഞ 7,35,00,000 ഒക്കെ ലേലം വിളിച്ചെടുക്കുന്ന രൂപത്തിലായി കഴിഞ്ഞാലോ, ഇങ്ങനെ ഓരോ സ്ഥലങ്ങളിലും അതിനനുസരിച്ച് അതിനെക്കുറിച്ചാണ് പിന്നെ പ്രഗത്ഭനായിട്ടുള്ള ജലാലൈനിയുടെ തഫ്സീർ ചെയ്തുള്ള സാവി രേഖപ്പെടുത്തിയത്. പല ആളുകളും അവിവേകികളായ പല ആളുകളും അവരതാ പടച്ചറബിന് പുറമെയുള്ളവരിലേക്ക് നേർച്ച നേരുകയാണ്. അൽ അവാം, ജനങ്ങളിൽ ആമത്തുന്നാസ് മിൻ കൗനി യുർസിലൂന ഇജ്ലൻ ഔഷാത്തൻ, അവർ ഒന്നുകിൽ പശുക്കുട്ടിയെ, ഔഷാത്തൻ അല്ലെങ്കിൽ ആടിനെ, അലാ ഇസ്മി വലിയും മിനൽ ഔലിയായി, ഔലിയാക്കളിൽപ്പെട്ട ഏതെങ്കിലും ഒരു വലിയിന്റെ പേരിൽ, തൗക്കുലുമിൻ അംവാലിന്നാസ്, അങ്ങനെ അത് ജനങ്ങളിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ തിന്നും, വലാ യതഅറദു ലഹാ, അങ്ങനെ തിന്നുന്ന സമയത്ത് അത് ഇന്ന വലിയിന്റെ പേരിൽ നേർച്ച ആടാൻ, അല്ലേ, നേർച്ച ആക്കിയ പോത്താൻ, നേർച്ചയാക്കിയ കോഴിയാൻ, അതുകൊണ്ട് അത് വീട്ടിൽ കയറി എന്തെങ്കിലും ഇട്ട് പോയി കഴിഞ്ഞാലും അത് ആ ഒരു ബഹുമാനത്തോടു കൂടി കൈകാര്യം ചെയ്യണമെന്ന്. ആടിന്റെ കഴുത്തിൽ പ്രത്യേക സഞ്ചി തൂക്കിയിട്ടുണ്ടാകും. പണ്ട് അങ്ങനെ ഉള്ളാളിലേക്ക് നേർച്ചയാടാണ്. അപ്പൊ അതിങ്ങനെ അങ്ങാടിയിലേക്കൊക്കെ വരുന്ന സമയത്ത് പച്ചക്കറി കയറിയിട്ട് വല്ലത് എടുത്താൽ അതിനൊന്നും ചെയ്യുകയില്ല, എടുത്തോട്ടെ, തിന്നോട്ടെ എന്ന് പറയാ. ആ തിന്നതിന്റെ പുറമെ 10 രൂപ സഞ്ചിയിലേക്ക് ഇട്ടുകൊടുക്കുക. ഇങ്ങനൊക്കെ ഒരു കാലുണ്ടായിരുന്നു. അതിനെക്കുറിച്ചൊക്കെ പറയും, തഅക്കുലുമിൻ അംവാലിന്നാസ് വലാ യതഅറദു ലഹാ, ഒരാളും അതിന് എതിര് നിൽക്കൂല, വളരെ ഭവ്യതയോടുകൂടി ഇങ്ങനെ നിൽക്കും. എന്നാൽ കുറച്ചൊരു ഉത്ബുദ്ധമുള്ള ഏതെങ്കിലും മനുഷ്യൻ പറയാണ്, നസഹു, അവരെ ഉപദേശിച്ചു കഴിഞ്ഞാൽ, ഇൻസാനൻ, ഒരു മനുഷ്യൻ,
വഖാല ലഹും ഇന്ന ദാലിക ഹറാമുൻ അസാഉ, നിങ്ങൾ ഇങ്ങനെ അപ്രമാദിത്വം കൊടുക്കരുത് ജീവജാലങ്ങൾക്ക്. അങ്ങനെ പിന്നെ നേർച്ചയാക്കിയ കാള, പോത്ത്, ആട് എന്ന നിലക്കൊക്കെ പടച്ച റബ്ബിന്റെ പുറമെയുള്ളവർക്ക് നേർച്ച നേർന്നതിൽ നിങ്ങൾ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അത് ഹറാമാണ്, നിഷിദ്ധമാണ്, ശിർക്കിലേക്ക് എത്തിക്കുന്നതാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ആളുകൾ പറയും വഖാലു ഇന്നഹു ലാ യുഹിബ്ബുൽ ഔലിയാ, ഇവൻ ഔലിയാക്കളെ ഇഷ്ടമില്ലാത്ത ആളാണ്, ഔലിയാക്കളെ ഇഷ്ടമില്ലാത്ത ആളാണ് എന്ന് പറയും. അവർ വിശ്വസിക്കുകയാണ്. ഇന്ന ദാലിക ഖുർബത്തുൻ വ ത്വഅത്തുൻ, ഇതൊക്കെ ഒരു പുണ്യകർമ്മമാണ്, പടച്ചറബിലേക്ക് അടുക്കാനുള്ള മാർഗമാണ് വലിയകളിലൂടെ എന്ന് വിചാരിച്ചാൽ ഫഖദു കഫറു, അത് അവർ അവിശ്വാസികളാകുന്നതിന് തുല്യാണ്. വഇല്ല ഫഹുവ മിൻ ജുംലത്തിൽ മുഹറമാത്ത്, അങ്ങനെയുള്ള ഭക്ഷ്യവസ്തുക്കളൊക്കെ നേർച്ചയാക്കപ്പെട്ടതൊക്കെ നിഷിദ്ധമാക്കപ്പെട്ടതാണ്. യഹ്സബൂൻ, അവർ വിചാരിക്കുകയാണ്, അന്നഹും അലാ ശൈഇൻ, പ്രമാണങ്ങൾക്കനുസരിച്ചാണ് കാര്യങ്ങൾ ചെയ്യുന്നത് എന്ന്. അലാ ഇന്നഹും, അവർ മനസ്സിലാക്കണം, ഹുമുൽ കാദിബൂൻ, അവർ വ്യാജം ചമക്കുന്നവരാണ്, കളവ് പറയുന്നവരാണ് എന്ന്. ഞാൻ ഈ ഉദ്ധരിക്കാനുള്ള കാരണം എന്താ? ഇത് സാവിയുടെ ഉദ്ധരണിയാണ്. ആരാണ് സാവി എന്ന് പറഞ്ഞാൽ? ജലാലൈനിയുടെ തഫ്സീറ. എന്താ ഈ ജലാലൈനി സാവി എന്ന് പറഞ്ഞാൽ? പള്ളി ദർസിൽ പഠിപ്പിക്കപ്പെടുന്നതാണ്. അപ്പൊ പള്ളി ദർസിൽ പഠിപ്പിക്കപ്പെടുന്ന ഇരു സമസ്തകളും അംഗീകരിക്കുന്ന, അങ്ങനെ തന്നെ തുറന്നു പറയാം, അംഗീകരിക്കുന്ന ഒരു ഉദ്ധരണി ഇങ്ങനെയായിരിക്കെ, അള്ളാഹുവിന് പുറമെ വലിയകളുടെ പേരിൽ ഏതെങ്കിലും ജീവജാലങ്ങളെ നേർച്ച നേർന്നു കഴിഞ്ഞാൽ, ബദരീങ്ങൾക്ക് വേണ്ടി, ഉഹദീങ്ങൾക്ക് വേണ്ടി, റിഫായി ഷെയ്ഖിന് വേണ്ടി, മൊയ്തീ ഷെയ്ഖിന് വേണ്ടി, മുനമ്പത്ത് ബീവിക്ക് വേണ്ടി, പാറപ്പള്ളിക്ക് വേണ്ടി, CM മക്കാമിലേക്ക് എന്നൊക്കെ പറഞ്ഞ് നേർച്ച നേരുന്നതിന്റെ വിധി വളരെ വ്യക്തമായി ഈ ഉമ്മത്തിനെ പഠിപ്പിച്ചു കൊടുക്കണം. അതല്ലാതെ ആനക്ക് നേർച്ചയുമായി ബന്ധമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് കൈ കഴുകിയാൽ മാത്രം ഈ ഉമ്മത്ത് നേർച്ചയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സാക്ഷരരായി തീരുകയില്ല. പ്രാമാണികമായി നെല്ലും പതിരും വേർതിരിച്ചുകൊണ്ട് തന്നെ പഠിപ്പിക്കപ്പെടണം. നമ്മൾ പഠിച്ചെടുക്കുകയും ചെയ്യണം. നമ്മുടെ സമ്പത്തിന്റെ ഒരു രൂപ പോലും ഹറാമ് വഴിക്ക്, ശിർക്ക് വഴിക്ക് പോകുന്നില്ല ഈ വിഷയകമായി എന്ന് ഉറപ്പുവരുത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല സന്മാർഗ സരണിയിൽ പ്രാമാണിക ബോധത്തോടെ സഞ്ചരിക്കാനും മുന്നോട്ട് നീങ്ങാനും നമുക്ക് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീ കമാ യുഹിബ്ബു റബ്ബുനാ വ യർളാ വ അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു സല്ലല്ലാഹു അലാ നബീനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസി വിശ്വാസിനികളെ, പരമകാരുണികനായ പടച്ച റബ്ബിന്റെ പരിശുദ്ധ ദീനി വിധിവിലക്കുകളെ പ്രാമാണികമായി പ്രാവർത്തികമാക്കുന്ന മുത്തഖീങ്ങളും മുത്തവക്കിലീങ്ങളും മുവഹിദുകളുമായ മുസ്ലിമീങ്ങളിൽ ഉൾപ്പെടണമേ എന്ന് രണ്ടാമതൊരിക്കൽ കൂടി എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്കെല്ലാം ഏറെ സന്തോഷം നൽകുന്ന വാർത്തകൾ നമ്മുടെ എല്ലാ ഖുതുബയിലും ഒന്നുകിൽ വിഷയത്തിലോ അതല്ലെങ്കിൽ പ്രാർത്ഥനയിലോ ഉൾപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഗസയുടെ കാര്യത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ്. പശ്ചിമേഷ്യ അശാന്തിയിൽ നിന്ന് സമാധാനത്തിലേക്ക് നീങ്ങുന്നു, സന്ധിയിലേക്ക് പലസ്തീൻ കടക്കുന്നു. ഇസ്രായേൽ സയനിസ്റ്റ് വംശീയ ഉന്മൂലനത്തിൽ നിന്ന് അവർ മാറി നിൽക്കുവാനുള്ള ശ്രമം തുടങ്ങിക്കഴിഞ്ഞു എന്ന ചർച്ചയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ പൂർണ്ണ വിജയത്തിലേക്ക് എത്തിക്കുമാറാകട്ടെ. 15 മാസം പിന്നിട്ട ആ മണ്ണിലെ അധിനിവേശം, ഒരു 40 കിലോമീറ്റർ നീളം, ഒരു 10-15 കിലോമീറ്റർ വീതി, 40 കിലോമീറ്റർ നീളവും ഒരു 10-15 കിലോമീറ്റർ വീതിയുള്ള പ്രദേശത്ത് 15 മാസം കൊണ്ട് ഹിരോഷിമയിൽ വർഷിക്കപ്പെട്ട അണുബോംബിന്റെ ഇരട്ടിയോളം ആയുധങ്ങളാണ് വർഷിക്കപ്പെട്ടത്. അവിടെയുള്ള 90% മനുഷ്യരും ഡിസ്പ്ലേസ്ഡ് ആയി. 46,000 ആളുകൾ കൊല്ലപ്പെട്ടു കഴിഞ്ഞു. അതിൽ 18,000 കുഞ്ഞുങ്ങളാണ് കൊല്ലപ്പെട്ടിട്ടുള്ളത്. സമാധാനത്തിലേക്ക് കടക്കുന്നു, ചർച്ച ഉണ്ടാകുന്നു എന്നതിൻ്റെ സന്തോഷം കൊണ്ട് തെരുവിലേക്ക് ഇറങ്ങിയിട്ട് ആഹ്ലാദം പ്രകടിപ്പിച്ചവർക്ക് നേരെ വീണ്ടും, അതാണ് സയനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അവസാന സമയത്തും ആ ചർച്ചക്കിടക്കും പരമാവധി ആളുകളെ എത്നിക് ക്ലിൻസിങ്, വംശീയ ഉന്മൂലനത്തിന് വിധേയമാക്കുക എന്ന അവരുടെ അജണ്ട അവരനുസ്യൂതം തുടർന്നുകൊണ്ടിരിക്കുകയാണ് ചർച്ച ഒരു ഭാഗത്ത് നടക്കുമ്പോൾ. എന്നിട്ട് ഞങ്ങളുടെ നാട് സന്ധിയിലേക്ക്, സീജിലേക്ക് എത്തി, സീസ് ഫയറിലേക്ക് എത്തി എന്ന് വിചാരിച്ച് തെരുവിലേക്ക് ഇറങ്ങി. അങ്ങനെ ആഹ്ലാദം കൊള്ളുന്നവർക്കിടക്കും മിസൈൽ പതിച്ച് 30-ലധികം ആളുകൾ അതിൽ കൊല്ലപ്പെടുകയാണ്.
30-ലധികം ആളുകൾ അതിൽ കൊല്ലപ്പെട്ട വാർത്ത. വീണ്ടും പിന്നെ മൊത്തം 24 മണിക്കൂറിനിടക്ക് 80-ലധികം ആളുകൾ കൊല്ലപ്പെട്ടു എന്ന്. എത്ര തീക്ഷ്ണമായ പ്രയാസകരമായ ഘട്ടങ്ങളിലൂടെയാണ് അവരെ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കുക. പ്രാർത്ഥനയിൽ എപ്പോഴും അവരെ ഉൾപ്പെടുത്തുക. പ്രാർത്ഥനയ്ക്ക് ഫലമുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അവിടേക്ക് ഇങ്ങനെ അധിനിവേശം നടത്തിയിട്ട് 10-15 മാസം കൊണ്ട് സാമ്രാജ്യത്വ രാഷ്ട്രമായ അമേരിക്കയുടെ സമ്പൂർണ്ണ ഒത്താശയിൽ വലിയ വലിയ ആയുധങ്ങളും സാങ്കേതിക സൗകര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് ഹമാസിനെ തകർക്കുക എന്നാണ് പറഞ്ഞത്. എന്നിട്ടും അതേ ഹമാസുമായിട്ടാണ് സന്ധിയിലും ചർച്ചയും പുരോഗമിക്കുന്നത് എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഇടപെടല്, ബന്ദികളെ മോചിപ്പിക്കുന്ന അതിന്റെ കണ്ടീഷൻസ് ഒക്കെ നമ്മൾ വായിച്ചു. അപ്പൊ ഈ ഒരു 40 കിലോമീറ്ററും ഒരു 10-15 കിലോമീറ്റർ വീതിയുള്ള ഈ ഒരു പ്രദേശത്ത് ഈ ബന്ദികളാക്കപ്പെട്ട ആളുകളെ പിടിക്കാൻ പോലും അവർക്ക് സാധ്യമല്ലാത്ത വിധത്തിൽ ആ പോരാട്ടം ഒരു 10-15 മാസം ഇങ്ങനെ നീണ്ടുപോയി എന്ന് പറഞ്ഞാൽ എവിടെ പോയി ഇവരുടെ ടെക്നോളജി? എന്തൊക്കെ ഒരാഴ്ച കൊണ്ട് ഞങ്ങൾ പിടിച്ചു കിട്ടും അങ്ങനെ പറഞ്ഞിട്ട് അത് തുടങ്ങിയത്. ഒരാഴ്ച കൊണ്ട് കംപ്ലീറ്റ് ഗസയിലെ പോരാളികളെ നിഷ്പ്രഭമാക്കിയിട്ട് ഞങ്ങൾ മാറ്റി ഞങ്ങളുടെ ബന്ദികളെ തിരിച്ചു പിടിക്കുമെന്ന് ആക്രോശിച്ച് കടന്നു വന്നവരാ. അവർക്ക് $800 കോടി ആയുധം കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് അമേരിക്കയിലെ ലോസ് ആഞ്ചൽസിൽ തീ പടരാൻ. അത് ഇതിന്റെ ശിക്ഷയാണ് എന്നൊന്നും നമ്മൾ വ്യാഖ്യാനിക്കണില്ല. അത് വ്യാഖ്യാനിക്കാൻ നമുക്ക് കഴിയില്ല, കാരണം അതിനുള്ള വഹിയൊന്നും നമുക്കില്ല. പക്ഷെ അതൊരു പരീക്ഷണമാണ്, അതൊരു സൂചനയാണ്. വലിയ വലിയ ആൾനാശമില്ലാത്ത വിധത്തില് ഗസയുടെ ഇരട്ടിയോളം പ്രദേശങ്ങള് ഇവിടെ 1.5 വർഷത്തോളമായിട്ടാണ് ഇത്രമേൽ നശിപ്പിച്ചത് എങ്കിൽ 2-3 ദിവസം കൊണ്ട് ഇതിനേക്കാൾ ഇരട്ടി പ്രദേശങ്ങൾ ഒന്നുമല്ലാതായി. വലിയ പോഷെ ആളുകൾ ജീവിക്കുന്ന, ഹോളിവുഡ് സ്റ്റാറുകൾ താമസിക്കുന്ന കേന്ദ്രം അല്ലെ, 10,000-കണക്കിന് കോടീശ്വരന്മാർ താമസിക്കുന്ന കേന്ദ്രം. അവിടേക്ക് ഒരു സൂചന അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തതാ. നിങ്ങൾ എന്തൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാലും, ഞങ്ങളാണ് ലോകം നിയന്ത്രിക്കുക എന്ന് പറഞ്ഞാലും, പടച്ചറബ് ചെറിയൊരു ഇടപെടൽ നടത്തിക്കഴിഞ്ഞാല് കാര്യങ്ങൾ മറ്റൊരു വിധത്തിൽ ആയിത്തീരുമെന്ന സൂചനയിൽ നിന്ന് മനുഷ്യർക്ക് ഒന്നടങ്കം പഠിക്കാനുള്ള പാടുണ്ട് അതില്. അതല്ലാതെ ഇതിന് മാത്രമായിട്ടല്ല. ഇത്രയേ ഉള്ളൂ മനുഷ്യ ജീവിതത്തിന്റെ നൈമിഷികത എന്ന് പറയുന്നത്. ഇവരഭയാർത്ഥികളാകുമ്പോ ഒരേ സമയത്ത് അവിടെയും അഭയാർത്ഥികളായി മാറുക. അതിലൊക്കെ ഇത് അതിന് പകരമല്ല. പക്ഷെ അതിൽ ചിന്തിക്കാം, ഇതൊക്കെയാണ് മനുഷ്യ ജീവിതത്തിന്റെ നിസ്സഹായത എന്ന്. ആ ചിന്തയിൽ നിന്ന് പ്രായോഗികമായ നടപടിക്രമങ്ങളിലേക്ക് ഈ CG എത്തിച്ചേരേണ്ടതുണ്ട്. അതിന് ഇനി ഇത് അങ്ങോട്ട് ഈ ഗസയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ലോകരാഷ്ട്രങ്ങള്, ഐക്യരാഷ്ട്രസഭ, മനുഷ്യാവകാശ സംഘടനകള് ഇസ്രായേൽ ഒപ്പിട്ട കരാറാണ്. ഗസയും വെസ്റ്റ് ബാങ്കും അതേപോലെ തന്നെ കിഴക്കൻ ജെറൂസലേമും ഉൾപ്പെടുത്തിക്കൊണ്ട് സ്വതന്ത്ര ഫലസ്തീന് സമ്മതമാണ് എന്ന് ഇസ്രായേൽ മുമ്പ് ഒപ്പിട്ടിട്ടുണ്ട് എങ്കിൽ അതിന്റെ അടിസ്ഥാനത്തിലാണ് ഫലസ്തീനിന്റെ മണ്ണ് ജൂതർക്ക് വേണ്ടി പകുത്തു കൊടുത്തത് എങ്കിൽ മിനിമം അത് പാലിക്കാൻ ആഗോള രാഷ്ട്രങ്ങളും ആഗോള രാഷ്ട്രവേദികളും അതിനുവേണ്ടി സമ്മർദ്ദം ചെലുത്താൻ OIC കൺട്രികളും മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളും ഒക്കെ മുന്നിൽ നിൽക്കണം. അതല്ലാതെ സക്കാത്തിന്റെയും സദഖയുടെയും ഫണ്ട് എമ്പാടും ഞങ്ങളുടെ കയ്യിലുണ്ട് എന്ന ധൈര്യം കൊണ്ട് വെറും ജീവകാരുണ്യ പ്രവർത്തനം നടത്തൽ മാത്രമല്ല ഉത്തരവാദിത്തപ്പെട്ട ഇസ്ലാമിക രാഷ്ട്രങ്ങളുടെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. ഇനിയെങ്കിലും പാവപ്പെട്ട 75 വർഷത്തിലധികമായി പീഡിതരായി തുറന്ന ജയിലിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകളെ ഇതിനകം നഷ്ടപ്പെട്ടു കഴിഞ്ഞ 75 വർഷത്തിനിടയ്ക്ക് എല്ലാം നഷ്ടപ്പെട്ടു കഴിഞ്ഞ ആ മണ്ണിന്റെ മക്കൾക്ക് അവരുടെ അവകാശം തിരിച്ചു കൊടുക്കാൻ പാകത്തിലുള്ള ചർച്ച ക്രിയാത്മകമായി നടത്തണം. അതല്ലാതെ സൗദി അത് ചെയ്തു, UAE ഇത് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് പെരുമ്പറ മുഴക്കിയത് കൊണ്ട് കാര്യമില്ല. അതാർക്കും കാരുണ്യ പ്രവർത്തനം ചെയ്യാൻ കഴിയും അതിനുള്ള ഫണ്ട് ഉണ്ടാകുമ്പോൾ. കാരുണ്യ പ്രവർത്തനമല്ല ഗസയുടെ വിഷയത്തിൽ പ്രഥമവും പ്രധാനവുമായത് പൊളിറ്റിക്കൽ സൊല്യൂഷൻ, രാഷ്ട്രീയമായ പരിഹാരം ഉണ്ടാകണം. അതിന് ഐക്യരാഷ്ട്രസഭയിലും അതേപോലെ തന്നെ സാമ്രാജ്യത്വ അമേരിക്കൻ സഖ്യകക്ഷികളായിട്ട് നിൽക്കുന്ന ഈ GCC കൺട്രീസിനൊക്കെ അവരുടെ ഭൗതികമായ കുറവുകൾ സംഭവിച്ചാലും നിലപാടുകൾ കൊണ്ട് ഇനിയെങ്കിലും അവിടെ അധിനിവേശവും പ്രശ്നങ്ങളും അജീവഹാനിയും ഇല്ലാത്ത വിധത്തിൽ ഇസ്രായേലിന് രാഷ്ട്രം ഉണ്ടായല്ലോ. അതുകൊണ്ട് ഞങ്ങളുടെ സഹോദരങ്ങൾക്ക്, പാവപ്പെട്ട ഫലസ്തീൻ മനുഷ്യർക്ക് ഈ ലോകത്ത് ഈ ആഗോള സമൂഹത്തിൽ അതിർത്തിയില്ലാത്തൊരു രാജ്യം ഉണ്ടെങ്കിൽ ഇസ്രായേല. ഇനിയും അവരിങ്ങനെ ഫലസ്തീനിന്റെ മണ്ണിലേക്ക് ഓരോ പ്രഭാതത്തിലും കടന്നു കയറിക്കൊണ്ട് എടുപ്പുകൾ എടുക്കാത്ത വിധത്തിലുള്ള ഒരു രാഷ്ട്ര ഫോർമുലയിലേക്ക് അതിന് എത്തുന്ന വിഷയത്തിലാണ് ചർച്ചകളൊക്കെ മുന്നോട്ട് പോകേണ്ടത്. അതിനുവേണ്ടിയുള്ള പ്രാർത്ഥനകളാണ് വരേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല
അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെ കൂടുതൽ സമാധാനത്തിലേക്ക് എത്തിക്കുമാറാകട്ടെ. അള്ളാഹുവെ ക്രിയാത്മകമായ പരിഹാരത്തിലേക്ക് നീ അതിനെ എത്തിക്കണമേ നാഥ. ഇസ്സത്തോടുകൂടി നിലപാടുകൾ പ്രഖ്യാപിച്ചുകൊണ്ട് പീഡിത ജനവിഭാഗങ്ങൾക്ക് വേണ്ടി ഉയർന്നു നിൽക്കുവാൻ അള്ളാഹുവെ ഇസ്ലാമിക ഉമ്മത്തിന് നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുന്ന ഭൗതികമായ സംവിധാനങ്ങൾ കൊണ്ട് അനുഗ്രഹീതരായ രാഷ്ട്രത്തിന്റെ ഭരണാധികാരികൾക്ക് നീ വിവേകം നൽകണമേ നാഥ. ഇസ്സത്തും ഹിൽമും പ്രദാനം ചെയ്യണമേ നാഥ. അള്ളാഹുവെ പീഡിതരായ ഫലസ്തീൻ ജനവിഭാഗത്തിന് നീ അതിജീവനം നൽകണമേ നാഥ. അള്ളാഹുവെ പോരാട്ടത്തിന്റെ അന്തിമ വിജയം അവർക്ക് നീ അനുകൂലമാക്കി കൊടുക്കണമേ നാഥ. അള്ളാഹുവെ കൊല്ലപ്പെട്ടവർക്ക് നീ ഷഹാദത്ത് നൽകണമേ റബ്ബേ. അരക്ഷിതമായ സാമൂഹിക സാഹചര്യങ്ങളിൽ നിന്ന് അവരെയും ഞങ്ങളെയും നീ സംരക്ഷിതരാക്കി തീർക്കണമേ നാഥ. അള്ളാഹുവെ ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടവർ, അള്ളാഹുവെ ചികിത്സ തേടിക്കൊണ്ടിരിക്കുന്നവർ, മരണപ്പെട്ടവർക്ക് നീ മഗ്ഫറത്ത് പ്രദാനം ചെയ്യണമേ റബ്ബേ. അള്ളാഹുവെ വിവിധ തരത്തിലുള്ള അസുഖം ബാധിച്ച് ചികിത്സ തേടിക്കൊണ്ടിരിക്കുന്നവർക്ക് നീ ആശ്വാസവും ശമനവും നൽകണമേ. നമ്മുടെ ഒരു പ്രധാന പ്രവർത്തകന് ചികിത്സയിലാണ് കോഴിക്കോട് ഹോസ്പിറ്റലിൽ. അതേപോലെ തന്നെ എൻ്റെ ഒരു സുഹൃത്തിന്റെ പേരക്കുട്ടിയും വലിയ അസുഖം ബാധിച്ച് ചികിത്സയിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈറിലേക്കും ഷിഫായിലേക്കും എത്തിക്കുമാറാകട്ടെ. മരുന്ന് പോലും ഇല്ലാത്ത മാറാവ്യാധികളിൽ നിന്ന് അള്ളാഹു നമുക്ക് സംരക്ഷണം നൽകുമാറാകട്ടെ. നമ്മുടെ എല്ലാം ഹലാലായ ഉദ്ദേശ ലക്ഷ്യങ്ങളെ അള്ളാഹു സഫലമാക്കി തരുമാറാകട്ടെ. അള്ളാഹുവെ ഞങ്ങളുടെ കച്ചവടങ്ങളിൽ, അധ്വാനങ്ങളിൽ, ഉപജീവന മേഖലകളിൽ അള്ളാഹുവെ നീ ബറക്കത്ത് പ്രദാനം ചെയ്യണമേ നാഥ. ആശ്വാസത്തിന്റെയും പരീക്ഷണത്തിന്റെയും സമയത്ത് സുഖസമ്മിശ്രമായ ഐഹിക ജീവിതത്തിൽ നിന്നിലുള്ള തവക്കുൽ നഷ്ടപ്പെടുത്താതെ എല്ലാം നിന്നിൽ ബരമേൽപ്പിച്ചുകൊണ്ട് ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും തൗഹീദ് മുഖമുദ്രയാക്കി പ്രവാചക സുന്നത്തുകളെ അനുധാവനം ചെയ്തുകൊണ്ട് തവക്കുലോടുകൂടി മുന്നോട്ട് നീങ്ങുന്ന മുതവക്കിലീങ്ങളായ മുസ്ലിമീങ്ങളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണമേ നാഥ. അല്ലാഹുവേ ശിർക്കിൽ നിന്ന്, ബിദ്അത്തുകളിൽ നിന്ന്, അനാചാരങ്ങളിൽ നിന്ന്, അധർമ്മങ്ങളിൽ നിന്ന് പാടെ മാറി നിൽക്കാനും തൗഹീദിന്റെയും സുന്നത്തിന്റെയും ഹലാലിന്റെയും വഴിയെ മരിക്കുവോളം സഞ്ചരിക്കുവാനും ഞങ്ങൾക്ക് നീ സന്മാർഗ സ്ഥിരത നൽകണമേ റബ്ബേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്